ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വേദുവിന് ഇപ്പം സ്കൂളിൽ കൊണ്ടുപോകാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ടില്ലു ബേക്ക് ചെയ്ത കുക്കീസ് ആണ്. അതൊരു സന്തോഷമല്ലേ? അപ്പൻ ഉണ്ടാക്കിയ ഫുഡാണ് വേദുവിന്റെ ഇപ്പൊ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളത്. സോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വേദുവിന് ആ കുക്കീസ് ഞാൻ 2-3 അവിടെ ചെയ്തത് ഇപ്പൊ ഓൾമോസ്റ്റ് അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ രീതിയിൽ ഒരു പെർഫെക്റ്റ്. സോ ഒരു സാധാരണ കുക്കീസ് അല്ല, നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ കിട്ടുന്ന പോലത്തെ ഈ ചങ്കി ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടല്ലോ, അപ്പൊ അത് ഉണ്ടാക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ. ആൻഡ് വേദു ലവ്സ് ഇറ്റ്. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓബിയസ്ലി അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെളിയിൽ നിന്നാണെങ്കിലും വാങ്ങുന്നത്, അതിന്റെ ചേരുവകളൊക്കെ നമുക്ക് ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അപ്പൊ എന്തായാലും അത് കാണിച്ചു തരാം. സോ ഒരു കുക്കി ബേക്കിംഗ് വ്ളോഗ് ആയിരിക്കും. ആൻഡ് ബാക്കില് ഒതുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു റാക്ക് കാലിയത് കണ്ട ബാക്കിലത്തെ ഒതുക്കൽ തുടങ്ങിയിട്ടുണ്ട്. പയ്യെ പയ്യെ ഒതുക്കിയിട്ട് അത് ഫൈനലി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതായിരിക്കും കേട്ടോ. സോ വെൽക്കം ടു എ ബേക്കിംഗ് വ്ളോഗ്. അപ്പ ഉണ്ടാക്കുന്ന കുക്കീസ് ഇതിന് ഭയങ്കര ഇഷ്ടമല്ലേ? സത്യം പറ. അത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സ്പെഷ്യൽ മാജിക്കൽ സാധനങ്ങൾ വേണം. മാജിക് ഉള്ള ചോക്ലേറ്റ് ഒക്കെ വേണം. അത് അങ്ങനത്തെ ഒരു മാജിക്കാ. അതപ്പൊ കാണിച്ചു തരാം. നമുക്ക് ആദ്യമേ പോയി ചോക്ലേറ്റ് വാങ്ങാം. ടോയ് ചോക്ലേറ്റ് റിയൽ ചോക്ലേറ്റ് ഒന്നും ആവില്ല. റിയൽ ചോക്ലേറ്റ് ഭയങ്കര ടേസ്റ്റി ആക്കും. അതാണ് മാജിക്. ഓക്കെ, നമുക്ക് ആദ്യമേ ഷോപ്പിൽ പോവാം. അപ്പൊ എന്തായാലും ഇന്ന് കുക്കീസ് എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ കഴിക്കും ചെയ്യും. സോ അതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണുമല്ലോ എന്റെ ഷുഗർ ലെവൽ എങ്ങനെയുണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെക്ക് ചെയ്യാറുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഇങ്ങനെ പോകുന്നത്. സോ ഞാൻ ഫാസ്റ്റിംഗിലാണ്. ഞാൻ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ ഇത് അഗാരോന്റെ ഗ്ലൂക്കോമീറ്റർ ആണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെക്ക് ചെയ്യാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. സോ ഇത് നമ്മുടെ ഇത് വാങ്ങുമ്പോൾ ഇതിന്റെ കൂടെ വരുന്ന കുറച്ച് ടെസ്റ്റ് സ്ട്രിപ്സ് ഉണ്ട്. അതല്ലാതെ ഓബിയസ്ലി നല്ലൊരു കൺവീനിയൻറ്റ് ട്രാവൽ ബോക്സ് ഉണ്ട്. ഇത് അവരുടെ മെയിൻ ഇൻസ്ട്രുമെന്റ്. ഇത് നീഡില് ആൻഡ് ഇതൊന്നും അല്ലാതെ ഇതിന്റെ മെയിൻ പെന്ന്. ഇത്രയാണ് വരുന്നത്. സോ ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇതിന്റെ ടെസ്റ്റ് സ്ട്രിപ്സ് കിട്ടും. ഇത് എക്സ്ട്രാ ആയിട്ട് വാങ്ങാൻ കിട്ടും. ഇതിന്റെ ആരോ പോയിന്റിൽ നിന്ന് അടുത്ത് ഈ ആരോ പോയിന്റിൽ നിന്ന് അടുത്തേക്ക് ഇത് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു കോഡ് വെരിഫിക്കേഷൻ പോലെ വരും. ആ കോഡും ഈ സ്ട്രിപ്പിലുള്ള കോഡും ഒന്നാണോ നോക്കുക. ഇതിപ്പോൾ 255, ഇതിലും 255 എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാച്ചിക് ആണ്. ഇത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ള സിമ്പിൾ, ഈ ബ്ലഡിൻ്റെ സിമ്പിൾ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബ്ലഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉടനെ കിട്ടുന്നതായിരിക്കും. പെന്നിൽ നമ്മുടെ സിറിഞ്ച് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. വെറുതെ സിറിഞ്ചിൻ്റെ അകത്തേക്ക് വെക്കുക. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഏറ്റവും തൊലിക്കട്ടി കൂടിയവർക്ക് എനിക്കൊന്ന് 5 ഇടേണ്ടി വരും. പ്രിയയ്ക്ക് 5, എനിക്ക് 1 മതി. അപ്പോൾ ഇത് കൂടെ ചെയ്യേണ്ടത് ഇത് നമ്മൾ വലിക്കുക. ഇത് ഒന്ന് പ്രസ് ചെയ്തേ, അറിയത്തോലല്ലോ കേട്ടാ. ചെറിയ ബ്ലഡ് വന്നു. എന്നിട്ട് നമ്മൾ ഈ ബ്ലഡ് എടുത്ത് കറക്റ്റ് ഇതിൻ്റെ ഈ വരയിലേക്ക് ഇട്ടാൽ മതി. ഇതുപോലെ കൗണ്ട് ഡൗൺ വരും. നമുക്ക് ഇപ്പം അറിയാം എത്ര ഉണ്ടെന്ന്. അയ്യോ, ഭയങ്കര ലോ ഷുഗർ ആണല്ലോ ഇത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും നേരം ഏകദേശം ഒരു 16 hours ഫാസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ലോ ഷുഗർ ആവുന്നത്. ഞാൻ അല്ലെങ്കിലും എനിക്ക് ഷുഗർ ഇല്ല കേട്ടോ, ലോ ഷുഗർ ആണ്. എന്നാലും ചോക്ലേറ്റ് ആയിരിക്കും. ജില്ലുവിൻ്റെ ഷുഗർ ലെവൽ നോക്കിക്കേ, എക്സ്ട്രീം ലോ ആണ്. അതുമാത്രമല്ല നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. ഇതിപ്പോൾ ഫാസ്റ്റിംഗ്, ഇതല്ലാതെ ഇത് ഫാസ്റ്റിംഗ് അല്ലാത്തത്, ആൻഡ് ഇത് നമുക്ക് കൺട്രോൾ മോഡ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യുവാണ്. സോ വീണ്ടും ആ പെൻ വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്തു. ബ്ലഡ് ഇത് സുഖമായിട്ട് വരും. നമുക്ക് ഒട്ടും വേന എടുക്കില്ല കേട്ടോ. എന്നിട്ട് ഈ മെഷീൻ്റെ ഇവിടെ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് തൊട്ടു. 5, 4, 3, 2, 1 and 95. അടിപൊളി. സോ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോഴും ഇത്രേ വരുന്നുള്ളൂ. ധൈര്യത്തോടെ പോയിട്ട് കുക്കീസ് കഴിക്കാം. ഇവിടെ ഈ പാൻട്രി ബൈ തോംസൺ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ നിന്നാണ് നമ്മുടെ ചോക്ലേറ്റ് ചിപ്പിന്റെ ഒരു മെയിൻ സംഭവം വാങ്ങേണ്ടത്. പ്രിയ, പുതിയ ഇവിടുത്തെ കളക്ഷൻ നോക്ക്. ഫ്രണ്ടിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന്. ബബിൾ ടീയുടെ ബബിൾസ് കിട്ടും ഇവിടെ. അത് നമുക്ക് ടീയുടെ അകത്ത് ഇട്ടാ പോരെ. വേണോ ബബിള്? വേണ്ട ബബിൾ ടീ. നമ്മൾ അതിന്റെ കേന്ദ്രത്തിലല്ലേ പോകുന്നത്. ക്ലൂ കൊടുക്കല്ലേ? എന്തെങ്കിലും ക്ലൂ എനിക്ക് അറിയില്ല. എന്നിട്ട് അവർക്ക് അറിയാൻ പറ്റുമോ ഏതാ കേന്ദ്രം? എല്ലാരും പറയും മലേഷ്യ. അതെന്താ അമേരിക്കയിലും കിട്ടും നല്ല ബബിൾ ടീ. അമേരിക്ക ഞാൻ പറയുന്നില്ല. എനിക്കിനി പോണ്ട അമേരിക്ക. വേണ്ട അല്ലേ? പിണക്കമാണ് അമേരിക്ക ആയിട്ട്. ഓസ്ട്രേലിയ പോണ്ടേ? എനിക്ക് ഫ്രീ ആയിട്ട് വിസ തന്നാലും ഞാൻ പോകും. ഓസ്ട്രേലിയ പോണം. പക്ഷെ ഇനി നമ്മള് പോകാൻ പോകുന്ന സ്ഥലം ഫുഡ് കഴിച്ച് മരിക്കും. ഫുഡല്ല.
ബബിൾ ടീ കുടിച്ച് മരിക്കും. അയ്യോ ഡെയിലി 2 എണ്ണം റൂളാണ്. ബബിൾ ടീ കഴിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നതായിരിക്കും. അതിന്റെ ഓഫറും ഉണ്ടെന്ന് തോന്നുന്നു. സ്പെഷ്യൽ പ്രൈസ് 400 രൂപ, 700 രൂപയുടെ സാരം. അത് കൊള്ളാം അല്ലേ? ഇപ്പോഴായിട്ടാ കാണുന്നത്. ഇത് ശരിക്കും ടാപ്പിയോക്ക പേൾസ് ആണ്. അത് തന്നെ. ഇതിലെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ബോയിൽ ചെയ്യുക എങ്ങനെയാ സംഭവം എന്നൊക്കെ ഉള്ളത്. ഇതാണ് നമ്മുടെ കുക്കീസിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കേട്ടോ. ഇത് വെച്ച് പ്രിയക്ക് ഒരു സർപ്രൈസും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാലിബർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് വെച്ച് ഉണ്ടാക്കുന്ന കേക്ക്സും ചോക്ലേറ്റ്സിനൊക്കെ വേറെ ടേസ്റ്റാണ്. സാധാരണ എല്ലാവരും ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത്. ചോക്ലേറ്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇത് ശരിക്കും പേരിന് ചോക്ലേറ്റ് എന്ന് പറയാവുന്നുള്ളൂ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കാം. സോ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള കണ്ടൻസിൻ്റെ ഓർഡറിലാണ്. സോ ഏറ്റവും കൂടുതലുള്ള ഷുഗർ, പിന്നെ ഉള്ളത് ഓയിൽ, പിന്നെ ഉള്ളത് മിൽക്ക് സോളിഡ്സ്. അപ്പോൾ ഇതിൽ ആക്ച്വലി കൊക്കോ എന്ന് പറയുന്ന സാധനം ഇല്ല കണ്ട വൈറ്റ് കോമ്പൗണ്ടിൽ. അതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ട്. ഇതാണ് മിക്കവരും കേക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ കഴിച്ച് കഴിയുമ്പോൾ മിക്കവർക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ശരിക്കും എനിക്ക് പേഴ്സണലി ടേസ്റ്റ് ഭയങ്കരമായിട്ട് വ്യത്യാസം അറിയും. ഇത് ഉപയോഗിക്കുമ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കുറയും. നമ്മൾ നേരത്തെ കാണിച്ച ചോക്ലേറ്റ്സ് ഉപയോഗിക്കുമ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. ഇത് ശരിക്കും ചോക്ലേറ്റ് ആയിരിക്കണം. പക്ഷേ ഇത് കണ്ട് ഇതിൽ ഷുഗർ, എഡിബിൾ ഫാറ്റ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കൊക്കോ വരുന്നത്. എപ്പോഴെങ്കിലും അവർ ഈ കാലിബോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ചിപ്സ് ഉപയോഗിച്ചോ ആണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് റേറ്റ് കൊടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ, റേറ്റ് കൂടുതൽ കൊടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. ഓക്കെ, സോ ഈ സംഭവം ഓർത്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡെസേർട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കിയാൽ ഓട്ടോമാറ്റിക്കലി ടേസ്റ്റ് അടിപൊളിയായിരിക്കും. ഇന്ന് മിൽക്ക് ഉണ്ട്, ഇവിടെ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. എനിക്ക് തോന്നുന്നു 1 കിലോയ്ക്ക് ഏകദേശം 1000 സംതിങ് വരും. അവർ നമുക്ക് ലൂസായിട്ട് തരും. ഞാൻ ഇപ്പോൾ 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സംഭവങ്ങളൊക്കെ കിട്ടി. ഇനി വീട്ടിൽ പോയി ഒരു 1.5 ബേക്കിംഗ് ആയിരിക്കും കേട്ടാ. വേദോ അമ്മ ബേക്ക് ചെയ്യണോ അതോ അപ്പ ഉണ്ടാക്കണോ? എനിക്ക് നാടനൊക്കെ പറ്റുള്ളൂ. എനിക്ക് വലിയ മോഡേൺ അടുത്ത കുക്കിംഗ് വ്ലോഗ് ഇട്ടിരിക്കട്ടെ. പിന്നെ വേദുവല്ല എല്ലാ ദിവസം പറയുന്നത് അപ്പയുടെ കുക്കി വേണം. അറിയോ ഇങ്ങനെ ഇളക്കാനും മുട്ടയൊക്കെ ഞാനിട്ട് അടിക്കുമ്പോ സ്പൂണൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി തരും അല്ലേ? ഓക്കെ, നമുക്ക് വീട്ടിൽ പോയി കുക്കീസ് ഉണ്ടാക്കാം കേട്ടാ. എല്ലാ സാധനവും ഉണ്ട്. ഓക്കെ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ടെ വേദുവിന് ഉച്ചയ്ക്ക് ഞാൻ കുക്കീസ് ആണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ ബേക്ക് ചെയ്യുന്നതുകൊണ്ട് വേദുവിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രിയ ബേക്ക് ചെയ്തായിരുന്നെങ്കിൽ ആ കുക്കീസ് മറ്റേ ഇതായി പോയത്. മറ്റേ എന്താ പറയുന്നത്, മറ്റേ ഈ ഒരു ബേക്കറിയിലൊക്കെ ഒരു ഭയങ്കര ഹാർഡ് കേക്ക് കിട്ടില്ലേ, പല്ലൊക്കെ പോകുന്നത്, അതുപോലത്തെ ഒരു സംഭവമായത്. അപ്പൊ ഇതില് ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചാണ്. സ്വിഗ്ഗിയിൽ കിട്ടും, ആമസോണിലും ഉണ്ട്. ഈ കൊക്കോ സൂത്ര എന്ന് പറയുന്ന ഒരു ബ്രൗണിയുടെ മിക്സ് ആണ്. ഓക്കെ, ഇതില് ഇത് സ്വിഗ്ഗിയിലും ആമസോണിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഞാൻ നോക്കിയപ്പോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആക്ച്വലി അങ്ങനെ ഭയങ്കര പ്രശ്നക്കാരൊന്നുമില്ല. ഒന്നും മൈദ, എല്ലാ കുക്കീസിലും മൈദ വേണം, ഷുഗർ, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, സോൾട്ട്, ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ വീട്ടിൽ മിക്സ് ചെയ്താലും അതുപോലെ തന്നെ കിട്ടും. പക്ഷെ ഇത് വെച്ച് ഉണ്ടാക്കിയപ്പോ ഫസ്റ്റ് ട്രൈ തന്നെ അടിപൊളിയായി. ഇതല്ലാതെ ഒരു മുട്ട, പിന്നെ 50 ഗ്രാംസ് ഓഫ് ബട്ടർ, മെൽറ്റഡ് ബട്ടർ, പിന്നെ ഇതാണ് ഞങ്ങളുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. ഇതാണ് ഇതിന്റെ ടേസ്റ്റ് ഫുള്ളി മാറ്റി. ഇത് ഇതില് പറഞ്ഞിട്ടില്ല, കൊക്കോ ചിപ്പ്. ഇത് മറ്റേ ബെൽജിയം ചോക്ലേറ്റ് ചിപ്പ് ആണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ വേറെ ലെവലാവും. സോ ആദ്യമേ കണക്കൊന്നുമില്ല, ഞാൻ പിന്നെ ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് ഇത് കുറച്ച് അങ്ങോട്ട് പിടിച്ചിടും. ഓക്കെ, ഒരു കൈപ്പിടി കുറച്ചും കൂടി ഇരിക്കട്ടെ. കുട്ടികൾക്കല്ലേ, എന്നിട്ട് കുട്ടികൾക്കല്ലേ, കുട്ടിക്ക് ഇതേ പ്രിയ എടുത്ത് കഴിക്കും കേട്ടാ. അതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾ. ബട്ടർ ഇടും. അത് ബട്ടർ എത്ര എടുത്തേ? 50 ഗ്രാംസ്. അളവ് പറയണല്ലോ. പിന്നെ ഒരു മുട്ട. അത്ര സിമ്പിൾ. അതിന്റെ ബാക്കിലുണ്ട്. മറ്റേ പൗഡർ എത്ര എടുത്തു? അത് ഫുൾ പാക്കറ്റ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് കൈ വെച്ച് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോ നമ്മുടെ ചപ്പാത്തി മാവില്ലേ, ഏകദേശം അതുപോലെ ആവും. അതുപോലെ ആയില്ലെങ്കില് ബട്ടർ തന്നെ ഇടുക. മനസ്സിലായി. ഓക്കെ, വേറെ വെള്ളം ഒന്നും ഇടരുത്. കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് ബട്ടർ തന്നെ കുറച്ചും കൂടെ ഇടേണ്ടി വരും. ഗീയും ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ ബട്ടർ ആയിരിക്കും നമ്മുടെ ഒരു ഫ്ലേവർ കിട്ടാൻ. അതെ, വലിയ ഷെഫ് ആവണ്ട ഇവിടെ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനാ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വലിയ ഷെഫ് ആവണ്ടെന്ന് പറഞ്ഞതാ. ഇത് എന്നിട്ട് പ്രിയയുടെ ഒരു കുക്കിംഗ് വ്ലോഗ് ഉണ്ട്. എന്നിട്ട് അത് വേദുവിന് കൊണ്ട് കഴിപ്പിക്കാം. അത് ഞാൻ കുക്ക് ചെയ്യുന്നത് അവൻ കഴിക്കത്തില്ല. അല്ല, ഞാൻ ഇതല്ല കുക്ക് ചെയ്യാൻ പോണേ. ഞാൻ നാടൻ പലഹാരം കുക്ക് ചെയ്യാൻ പോണേ. അതെന്തായാലും അവൻ കഴിക്കാൻ പോണില്ല. ഇത് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ട്രൈ ചെയ്യാം. ഞാൻ ഇവരുടെ സാധാരണ വേറൊരു ഫ്ലേവറും കൂടെ ഉണ്ട്, ഇപ്പൊ കാണിച്ചു തരാം. അതിലാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ചോക്ലേറ്റ് ബാറ്റർ തന്നെയാണ് ഓൾറെഡി. അതിന്റെ കൂടെ ചോക്ലേറ്റ് ചിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ
ടേസ്റ്റ് ആയതില്ലാന്നറിയോ, ഈ ഒട്ടിയിരിക്കുന്ന സാധനം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് റോ ആയിട്ട്. അതാണ് പാതി സാധനം ദില്ലുവിന്റെ. ശരിക്കും ഏകദേശം വലിയ കുക്കീസ് തന്നെ ഉണ്ടാക്കുന്നത്, പക്ഷെ പാതി കുക്കീസ് ഉണ്ടാക്കാം. പക്ഷെ 5 എണ്ണം ഞാൻ കഴിക്കും. ഇല്ല, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ മാവ് കാരണം 2 എണ്ണം കുറയും, കയ്യിലൊട്ടിയിരിക്കുന്നത് 2 എണ്ണം കുറയും, ബാക്കി മാത്രം കുക്കീസോ. ഇത് സംഭവം സാധ്യതയുണ്ട് കേട്ടാ. ഇതുപോലെ ബാറ്റർ. ഓക്കെ, സോ സംഭവം ഇത്രേ ഉള്ളൂ. ഇനി ബട്ടർ ഇനി ഒന്നും ഇടണ്ട, ബട്ടർ ഒക്കെ കറക്റ്റ് ആയിരുന്നു, 50 ഗ്രാം തന്നെ മതിയായിരുന്നു. അപ്പൊ നല്ല സ്റ്റിക്കി ആയിരിക്കും കേട്ടോ ഇത്. അതുപോലെ ഇരിക്കണം, ലൂസായി ഒട്ടും ഇരിക്കരുത്. എന്നിട്ട് ഇത് ഷേപ്പ്ലെസ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇത്ര ഒരു ബോളാക്കി വെച്ചാൽ മതി. സ്പ്രെഡ് ആയിക്കോളും, റൈസും ആവും. പക്ഷെ സാധാരണ എല്ലാരും ബേക്ക് ചെയ്യുന്ന ഏതിലാ? ഓവനില്. നമ്മള് ബേക്ക് ചെയ്യുന്ന അവനിലല്ല. അതാണ് ടെക്നിക്ക് അല്ല, അതാണ് നമ്മൾ വാങ്ങിയ സാധനത്തിന്റെ അഡ്വാൻറ്റേജ്. അത്രയും സ്പേസും പോവില്ല. നമുക്ക് എല്ലാം കൂടെ ഒന്ന് റോസ്റ്റിംഗ്, ഗ്രില്ലിംഗ്, ബേക്കിംഗ്, മറ്റേ എയർ ഫ്രൈയിങ് എല്ലാം ഒരു സാധനത്തില്ല. അപ്പൊ എല്ലാ മെഷീന്റെ സ്പേസ് നമുക്ക് ലാഭിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് പാതി 3 കുക്കീസ് തീരുന്നത്. എന്താ ഒട്ടിപ്പോയതോ? അതെ, ഇത് ബേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഒരു മിനിറ്റ്, സാധാരണ ഞാൻ ബേക്ക് ചെയ്യുന്ന ഇത് ഉപയോഗിച്ചിട്ടാണ്. ഇത് ചങ്കി ചോക്ലേറ്റ്, മറ്റേത് ഫഡ്ജി ചോക്ലേറ്റ് ഇതായിരുന്നു ബാറ്റർ. പക്ഷെ ഇതിൽ ചോക്ലേറ്റ് ഒന്നും ശരിക്കും ഇല്ല കേട്ടോ. നമ്മൾ ഈ ചോക്ലേറ്റ് ചിപ്സ് ഇട്ടില്ലെങ്കിൽ ചോക്ലേറ്റ് ഫീൽ ഒന്നും കിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെ വരും എന്ന് എനിക്ക് അറിയില്ല, കാരണം കുറച്ചും കൂടെ കട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒന്ന് ബേക്ക് ചെയ്ത് നോക്കാം. സംഭവം നമ്മുടെ ഇതാണ് നമ്മുടെ അഗാരോന്റെ എയർ ഫ്രയർ ആണ്, താരം. ഇതിന്റെ വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രിൽ ചിക്കന്റെ ഒക്കെ. സോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. പക്ഷെ ഇതിനിപ്പോ പ്രീ ഹീറ്റ് ചെയ്ത് ഓവൻ പോലെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നടുക്കത്തെ റാക്കിൽ വെക്കുന്നു. എന്നിട്ട് ഞാൻ ഈ പിzzയുടെ സൈൻ പ്രസ് ചെയ്യുന്നു. ഞാൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ 180 ആയി. എന്നിട്ട് തന്നെ ഓൺ ആവും. അത് ടൈമിംഗ് മാത്രം ഞാൻ ഒരു 16 മിനിറ്റ്സ് വെക്കുന്നുണ്ട്. ആയില്ലെങ്കിൽ പിന്നെ വെച്ചാൽ മതിയല്ലോ. 16 അല്ലെങ്കിൽ ഒരു 17 വെക്കാം. ഓക്കെ, നോക്കാം. ഇതിലൂടെ ഉണ്ടല്ലോ സർപ്രൈസ് അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഫസ്റ്റ് ടൈം ആണ്, പിടിച്ചു നോക്കിയിട്ടുണ്ട്. ആ സംഭവം ഉപയോഗിച്ച് ഞാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്തതാ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഒരു വെടിക്ക് 2 പക്ഷി വീഴുമെന്ന് നോക്കട്ടെ. ആ സെയിം സാധനം ഉപയോഗിച്ചിട്ടല്ലേ, ഒട്ടും പാടില്ലാത്ത 2 പരിപാടിയാണ്. നോക്ക്. ഓ, അത്രയൊന്നും കമ്പയർ ചെയ്യല്ലേ. വീട്ടിൽ വെച്ച് പൊടിയൊന്നും ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ കുടിച്ചതിൽ ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ് ആണ്. എന്താ എന്താ അതൊക്കെ പറ്റി. അല്ലേ, അതെനിക്ക് തോന്നി. തിക്കുമാണ്. ആ സമയത്ത് എക്സ്ട്രീംലി ഡെലിഷ്യസ് ആണ്. ഞാൻ ഡാർക്ക് ചോക്ലേറ്റാ വാങ്ങിയത്, ആ ചോക്ലേറ്റ് ചിപ്സ്. അത് പക്ഷെ പാലിലിട്ട് വെറുതെ മൈക്രോവേവില് 2 മിനിറ്റ് വെച്ചു. എല്ലാ ദിവസവും ഉച്ചക്ക് വൈകുന്നേരം ഇതാക്കുവോ? എന്ത് ലാഭോ. ഇന്റർനാഷണൽ ക്വാളിറ്റി. വെളിയിൽ പോയിട്ട് പൊടിയിട്ട് കിട്ടുന്ന ഹോട്ട് ചോക്ലേറ്റിനെ കാട്ടി എത്രയോ ബെറ്റർ ആയത്. ഒട്ടും ഇഷ്ടമല്ല. ഈവൻ സ്റ്റാർബക്സ് പോലും ഇത്രയും കൊള്ളില്ല, ഒട്ടും കൊള്ളില്ല. അതെ, ആൻഡ് ഇത്രയും ചോക്ലേറ്റ് ഫ്ലേവറും വേണം. അതിന് പ്യോർ മെൽറ്റഡ് ചോക്ലേറ്റ് ഇട്ടാലേ കിട്ടുള്ളൂ. ഈ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഒന്നും ഇട്ടാലും കിട്ടില്ല. അപ്പൊ വേദുവിന് ആ ചോക്ലേറ്റ് ചിപ്പും കൂടെ സൂപ്പർ ആയ ആ ചോക്ലേറ്റ് ചിപ്സ് ഇതിൽ തീരും മിക്കവാറും. ഇതൊന്നും ചെയ്തില്ല. ഞാൻ ആ കൂടെ 150 ml പാലെടുത്തു. എനിക്ക് ഒരു കളറ് മതിയാവുന്ന വരെ ഞാൻ കുറച്ച് ഇത് കയ്യിലെടുത്തു. ഇത് കുറച്ചെടുത്ത് കയ്യിലെടുത്ത് അതിലേക്ക് ഇട്ടു, മൈക്രോവേവ് വെച്ചു. ഒന്നുമില്ല, ഇതിന്റെ ഷുഗർ തന്നെയാ, ചോക്കോ ചിപ്പിന്റെ. അതാണ് കൈപ്പുണ്യം. നമ്മള് ഫുഡ് പാഷനും ലവോടെ ഉണ്ടാക്കി അത് ടേസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഇപ്പൊ മനസ്സിലായോ, ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റി. ഇപ്പൊ ഒരു ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ക്വാളിറ്റി ടേസ്റ്റ് കിട്ടില്ല.
കുറച്ച് കൂടിയാൽ തന്നെ അതിന്റെ ഫ്ലേവർ മാറി. അതല്ല ഞാൻ പറയുന്നത് ഈ വെറുതെ ഒരു നല്ല സാധനം പാലിട്ടപ്പോഴേക്ക് ടേസ്റ്റ് ഒന്നും കണ്ടോ, നമ്മളൊന്നും ചെയ്യണ്ട. അതാണ് നല്ല ഇൻഗ്രീഡിയൻസിന്റെ ഗുണം. എവിടം വരെ ആയി? ഓക്കെ, ബേക്കായി വരുന്നുണ്ട്. ഇത് അടിപൊളിയായിരിക്കും കേട്ടോ മിക്കവാറും. എന്നാലും ഇടയ്ക്ക് വെച്ച് തുറന്ന് തിരിച്ച് അടയ്ക്കുമ്പോണ്ടല്ലോ കറക്റ്റ് ആയിട്ട് ആ ടൈമിനൊക്കെ കണ്ടിന്യൂ സംഭവമാണ് കേട്ടോ ഈ അഗാറുവിന്റെ. ഞാൻ എപ്പോഴും ഇപ്പൊ ഉപയോഗിക്കാറൊന്നുമില്ല, പക്ഷെ ഞാൻ ഇപ്പൊ ബേക്കിംഗ് വേദൂന് കുക്കീസ് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് എടുത്തതാണ്. അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഓവൺ അടിക്കുന്നുണ്ട് സൗണ്ട്. വീട് മൊത്തം മണം എങ്ങനെയുണ്ട്? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പെർഫ്യൂമിനും കാട്ടി ഇഷ്ടമുള്ള മണം ഫ്രഷ്ലി ബേക്ക് ബ്രെഡ് ആൻഡ് കുക്കീസ്. ഇവൻ നോൺ വെജ് ഒന്നും ഈ മണം കിട്ടില്ല. ആ ബേക്കിങ്ങിന്റെ ഒരു മണം ഭയങ്കര മണം തന്നെയാണ്. Now the moment of truth. കുറച്ച് താത്തിക്ക് കാണട്ടെ. Everything just like how തൊടണ്ട, ഭയങ്കര ചൂടാ. പേപ്പർ മാറ്റണ കുറച്ച്. എവറിത്തിങ് ഞാൻ ഇമാജിൻ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയുണ്ട് ഇല്ലേ? വലിയ വലിയ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ കുക്കീസ് പോലെ ഇല്ലേ? ചൂടാറിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ സംഭവല്ലേ. സിമ്പിൾ ആണെങ്കിലും ചെയ്ത് ആ ഒരു ആസ്വദിച്ച് ചെയ്യുന്നോണ്ടാ ഇത്രയും സംഭവം. സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആണ്. അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പറയാ. നീ ഇത് പിടിച്ചൊരു തംബ്നെയിൽ എടുക്ക്. ഓക്കെ, ദ മൂവ്മെന്റ് ഓഫ് ട്രൂത്ത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓക്കെ, ദിസ് ലൈക്ക് ചൂയി കുക്കീസ് ആയിരിക്കണം, ഭയങ്കര ക്രിസ്പ് ആയിരിക്കില്ല. ഓ മൈ ഗോഡ്, ഞാൻ കുക്ക് ചെയ്ത് ഞാൻ തന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരും പറയാനാ. പക്ഷെ അതല്ല കേട്ടോ, സൂപ്പറാണ്. കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് മൈക്രോവേവ് വെച്ച് ചൂടാക്കാൻ പറ്റിയ ആ ചോക്ലേറ്റ് മെൽറ്റ് ആവും. ഇല്ല, ചോക്ലേറ്റ് മെൽറ്റ് ആവും, ചോക്ലേറ്റ് ചിപ്പ്. പക്ഷെ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ എടുത്ത് കഴിച്ചോണ്ടല്ലോ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 20 seconds മൈക്രോവേവ് ചെയ്യാനാ. ഇറ്റ് ഇസ് സോഫ്റ്റ്, ഇറ്റ്സ് സോ ചോക്ലേറ്റ്, ഇറ്റ് ഇസ് ക്രിസ്പി ഓൺ ദി ഔട്ട്സൈഡ്. വെരി ചോക്ലേറ്റ്, പക്ഷെ മറ്റിങ്ങനെ ചോക്ലേറ്റ് അല്ല, കാരണം ഓവർ സ്വീറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ് അല്ല ഉപയോഗിച്ചത്. അടിപൊളി. ഞാൻ ഇത് അധികം കഴിക്കുന്നില്ല, ഏത് കഴിച്ചോളൂ, അത് എൻജോയ് ചെയ്ത് കഴിക്കും. എന്തായാലും പറ്റുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ സംഭവം ഞാൻ പറഞ്ഞ പോലെ സ്വിഗ്ഗിയിലും ആമസോണിലൊക്കെ കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആൻഡ് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഹോട്ട് ചോക്ലേറ്റും ട്രൈ ചെയ്യാം കേട്ടാ, ഡബിൾ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി എൻ്റെ ഒരു സ്മോൾ വ്ലോഗ് ആൻഡ് ജെനുവിൻ്റെ ഇതാണ് വേദുവിൻ്റെ ലഞ്ച്. ഓക്കെ, സ്നാക്ക്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇങ്ങനത്തെ ഫുഡൊന്നും അലൗഡ് അല്ല. ഓക്കെ, സോ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ. അടുത്ത പ്രിയ കുക്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയട്ടെ, മിക്കവാറും അത് ഒന്നില്ലെങ്കിൽ പഴംപൊരി അല്ലെങ്കിൽ മറ്റേ സമോസ, ഇത് രണ്ടിൽ എന്തെങ്കിലും ആയിരിക്കുള്ളൂ. പ്രിയക്ക് ഇഷ്ടമുള്ളതാണ് പ്രിയ കുക്ക് ചെയ്യാൻ പോകുന്നത്. ബൈ.